നമ്മുടെ SSLC ഓണം എക്സാം കെമിസ്ട്രി നാളെ തുടങ്ങുകയാണ് അല്ലേ. അപ്പൊ മക്കളെ, എനിക്കറിയാം ഒരുപാട് പേരുടെ മനസ്സിൽ ഒരുപാട് പേടിയും കാര്യങ്ങളും ഉണ്ടാകും. നാളത്തെ പരീക്ഷ എനിക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് മിസ്സിനറിയാം. സോ ഇത് പേടിക്കാനോ അല്ലെങ്കിൽ തളരാനോ ഉള്ളൊരു സമയമല്ല നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ മുൻപിലുള്ള ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം. ആ ഓരോ മിനിറ്റും നിങ്ങൾ പഠിക്കാൻ, നിങ്ങളുടെ 100% കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുക മക്കളെ. ഓൾവേസ് ഡു യുവർ ബെസ്റ്റ്. ഇനിയുള്ള വളരെ മണിക്കൂറുകൾ മാത്രമല്ല നമ്മുടെ മുൻപിലുള്ളത്. ആ മണിക്കൂറുകൾ നിങ്ങൾ നിങ്ങളുടെ 110% കൊടുത്ത് വർക്ക് ചെയ്യാൻ തയ്യാറാകുക. എൻ്റെ കൂടെ പോരെ. നാളത്തെ ഓണപരീക്ഷയിൽ നമ്മൾ എന്തായാലും 36 മാർക്ക് വാങ്ങാനുള്ള സാധനം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. ജസ്റ്റ് ട്രസ്റ്റ് മീ ആൻഡ് കം വിത്ത് മീ. അപ്പൊ മക്കളെ, നമുക്ക് നാളത്തെ 36 മാർക്ക് നിങ്ങളെ സഹായിക്കാൻ പോകുന്ന, നേടാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒരിക്കലും പേടിക്കേണ്ട. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒന്നിച്ച് നേരിടും. അപ്പൊ അതിന് തയ്യാറായിരുന്നോളൂ. ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കിക്കേ. An aliphatic compound has 3 carbon atoms in its one molecule and is a saturated alcohol. നോക്കിക്കേ, ഒരു ഓർഗാനിക് സംയുക്തം എടുത്താൽ അതിൽ 3 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. അതൊരു പൂരിത ആൽക്കഹോൾ ആണ്. സ്ട്രക്ചറൽ ഫോർമുല എഴുതുക. 3 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കഹോൾ ആണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ എങ്ങനെയാ വരിക? CH3 CH2 3 കാർബൺ ആറ്റമുള്ള ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. OH ആണ്. CH3 CH2 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 OH. അടുത്തത് IUPAC നെയിം ഓഫ് ഫങ്ഷണൽ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിന്റെ ഫങ്ഷണൽ ഐസോമറിന്റെ IUPAC നാമം എഴുതാനാണ്. സോ ഒരു ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം മോളിക്കുലാർ ഫോർമുല ഒരുപോലെയാണ്, എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത് ഈഥർ ആയിരിക്കും. അതേപോലെ ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത് കീറ്റോൺ ആണ്. ഇത് നിങ്ങൾ മറക്കാൻ പാടില്ല. 3 കാർബൺ ആറ്റമുള്ള ആൽക്കഹോൾ ആണെങ്കിൽ 3 കാർബൺ ആറ്റമുള്ള ഈഥർ ആണ് ഫങ്ഷണൽ ഐസോമർ. 3 കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് ആണെങ്കിൽ 3 കാർബൺ ആറ്റമുള്ള കീറ്റോൺ അവന്റെ ഫങ്ഷണൽ ഐസോമർ ആണ്. സോ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് പ്രൊപ്പനോൾ ആണ് അല്ലെ. അതിന്റെ ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത് ഈഥർ ആയിരിക്കും. 3 കാർബൺ ആറ്റമുള്ള ഈഥർ അല്ലെ. സോ ഈഥർ എന്ന് പറയുമ്പോൾ നടുക്കൊരു ഈഥർ ലിങ്കേജ്, ഒരു ഓക്സിജൻ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോരുതേ. സോ നമുക്ക് ടോട്ടൽ 3 കാർബൺ ആണ്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ 1 കാർബണും റൈറ്റ് സൈഡിൽ 2 കാർബണും കൊടുത്തു. കറക്റ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ മോളിക്കുലാർ ഫോർമുല നോക്കിക്കോ. 1 2 3 കാർബൺ, 3 5 7 8 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. അടുത്തത് 1 2 3 കാർബൺ, 3 5 8 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. വരച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മോളിക്കുലാർ ഫോർമുല തന്മാത്ര സൂത്രം എഴുതി നോക്കാം. തന്മാത്ര സൂത്രം ഒരുപോലെയാണെങ്കിൽ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അവർ രണ്ടുപേരും ഐസോമേഴ്സ് ആയിരിക്കും. ഇനി അടുത്തത് IUPAC നെയിം പറയാനാണ്. ഈഥറുകൾക്ക് എങ്ങനെയാ മക്കളെ നമ്മൾ IUPAC നെയിം കൊടുക്കുക? ഈഥറുകൾക്ക് പേര് കൊടുക്കുക. ആൽക്കോക്സി, ആൽക്കെയിൻ. ആൽക്കോക്സി എന്ന് പറയുന്ന ഭാഗം കുറവ് നമ്പർ കാർബൺ ആറ്റമുള്ള സൈഡിൽ നിന്നും, ആൽക്കെയിൻ എന്ന് പറയുന്ന ഭാഗം കൂടുതൽ നമ്പർ കാർബൺ ആറ്റമുള്ള സൈഡിൽ നിന്നും വേണം നമ്മൾ എടുക്കാൻ അല്ലേ. സോ ഇവിടെ ആൽക്കോക്സി 1 കാർബൺ ആറ്റമുള്ളത് മെത്തോക്സി. ഇനി ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ ആറ്റമുള്ള സൈഡാണ് ആൽക്കെയിൻ എന്ന പേരിലേക്ക് വരുന്നത്, അതായത് ഈഥെയിൻ. സോ ഈ ഈഥറിന്റെ പേരെന്താ? അയ്യോ, കളർ മാറിപ്പോയി. ഇവിടെയുള്ള ഈഥറിന്റെ പേര് മെത്തോക്സി ഈഥെയിൻ എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു ഐസോമറിസത്തിൽ നിന്ന് ചോദ്യം വന്നാൽ എൻ്റെ കുട്ടികൾക്ക് 2 മാർക്ക്, ചിലപ്പോൾ 4 മാർക്കിന്റെ ചോദ്യം വരും. തെറ്റിക്കാൻ പാടില്ല. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് അമംഗ് ദ ഫോളോയിങ് സബ്ഷെൽ ഹാസ് ദ ഹയസ്റ്റ് N+L വാല്യൂ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ N+L മൂല്യം ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണെന്നാണ്. N+L വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ മക്കളെ? N എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ. സോ ഇത് രണ്ടും കൂടെ കിട്ടുമ്പോൾ കൂട്ടി കിട്ടുന്ന വാല്യൂ ആണ് N+L വാല്യൂ. 5s എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 5ാമത്തെ ഷെല്ലിലെ S എന്ന് പറയുന്ന സബ് ഷെല്ലാണ് അല്ലേ. സോ N = 5. അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയോ വരിക? ഞാൻ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? സൈഡിൽ തെറ്റാതിരിക്കാൻ എഴുതി വെക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എഴുതിക്കൊണ്ട് പോവല്ലേ കേട്ടോ. പരീക്ഷ ഹാളിൽ എത്തി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇതുപോലൊരു ചോദ്യം ഉണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെക്കുക. നോക്കിക്കേ, അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ വരുന്നത് S ആണെങ്കിൽ 0, P ആണെങ്കിൽ 1, D ആണെങ്കിൽ 2, F ആണെങ്കിൽ 3. ഇങ്ങനെയാണ് വരിക അല്ലെ. സോ നോക്കിക്കേ, L = 0 വരും. ഇവിടെ S സബ് ഷെൽ അല്ലേ. അപ്പോൾ N+L എടുത്താൽ 5 + 0
5 എന്ന് വരും. ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ, 4p നാലാമത്തെ ഷെല്ലിലെ പി സബ് ഷെല്ലാണ്. n is equal to 4, l is equal to p സബ് ഷെല്ലിന്റെ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 1 ആണ് അല്ലെ. അപ്പൊ 4 + 1 5 എന്ന് പറയും. ഇവിടെ രണ്ടുപേരുടെയും n+l വാല്യൂ സിമിലർ ആണ് അല്ലെ. അപ്പൊ ഇതിൽ ആർക്കാ എനർജി കുറവ്? ശരിക്കും നമ്മൾ n+l വാല്യൂ കണ്ടുപിടിക്കുന്നത് സബ്ഷെല്ലുകളുടെ എനർജി കണ്ടെത്താനാണ്. ഇങ്ങനെ വന്നാൽ എന്റെ മക്കൾ ഓർത്ത് വെക്കാം, രണ്ട് സബ്ഷെല്ലുകൾക്ക് ഒരേ n+l വാല്യൂ വന്നാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആർക്കാണോ കുറവ് അയാൾക്ക് എനർജി കുറവ്, ആർക്കാണോ കൂടുതൽ അയാൾക്ക് എനർജി കൂടുതൽ. സോ ഇവിടെ 4pയുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 4ഉം അതേപോലെ 5sന്റേത് 5ഉം ആണ്. സോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ കുറഞ്ഞ ആൾക്ക് എനർജി കുറവല്ലേ. അപ്പൊ ഇവിടെ 4pയുടെ എനർജി ആയിരിക്കും കുറവ്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, ഓർത്ത് വെക്കുക. അടുത്തത് 4d എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ, നാലാമത്തെ ഷെല്ലിലെ ഡി സബ് ഷെല്ലാണ്. n is equal to 4, l is equal to 2. n+l ചെയ്ത് കഴിഞ്ഞാൽ 4 + 2 6 എന്ന് വരും. അടുത്തത് 4f ആണ് അല്ലെ. n is equal to 4 നാലാമത്തെ ഷെല്ലിലെ f സബ് ഷെല്ല്. n is equal to 4, l is equal to 3. n+l ചെയ്ത് കഴിഞ്ഞാൽ 4 + 3 7. അപ്പൊ n+l വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാ? 4f. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ആദേശ രാസപ്രവർത്തനം ഏതാണ് മക്കളെ? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആദേശം ചെയ്യണമെങ്കിൽ അതൊരു ആൽക്കെയിൻ ആയിരിക്കണം. ആൽക്കെയിൻസ് കാണിക്കുന്ന റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആൽക്കീനുകളും ആൽക്കൈനുകളും ആണെങ്കിൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ് അഡീഷൻ റിയാക്ഷൻ കാണിക്കുക. അതൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ. സോ ഇവിടെ ആൽക്കെയിൻ ഏതാ? ഈഥീനും ഹൈഡ്രജനും ഉണ്ട്, മീഥേനും ക്ലോറിനും ഉണ്ട്. ഈഥീൻ പോളിത്തീൻ ആവുന്നു, എഥനോൾ എഥനോയിക് ആസിഡ് ആക്കി മാറ്റും. ഇതിൽ ഏത് റിയാക്ഷനാ? ഇതിൽ ആൽക്കൈൻ ഏതാ? മീഥേൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത ക്ലോറോ മീഥേനും HClലുമായിട്ട് മാറുന്നു അല്ലെ. മീഥേൻ എന്ന് പറഞ്ഞാൽ CH4 എന്ന് പറയും മക്കളെ. ദാ ഞാൻ നിങ്ങളെ ഇങ്ങനെ വരയ്ക്കാം. എങ്ങാനും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ ഓർത്ത് വെച്ചോ, ഇതാണ് നമ്മുടെ മീഥേൻ. നമ്മുടെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറിൻ എന്താ ചെയ്യാ? ഇവിടെ നിന്നൊരു ഹൈഡ്രജനെ പുറത്തേക്ക് ചവിട്ടി ഇറക്കി ക്ലോറിൻ അവിടെ കയറിയിരിക്കും. ഹൈഡ്രജനെ വലിച്ചെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ക്ലോറിൻ അവിടെ കയറിയിരിക്കും. അങ്ങനെ ഒന്നാമതായിട്ട് CH3Cl എന്ന് പറയുന്ന ക്ലോറോ മീഥേനിനെ നമുക്ക് കിട്ടും, പ്ലസ് ഒരു HClഉം കിട്ടും. ഇതിവിടെ കൊണ്ട് നിൽക്കില്ല, ഈ മുഴുവൻ ഹൈഡ്രജനും തീരുന്നത് വരെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി നമുക്കറിയാം ഈഥീൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഈഥൈൻ ആയിട്ട് മാറുന്നു. അത് അഡീഷൻ റിയാക്ഷൻ ആണ് അല്ലെ. അത് ഞാൻ പറഞ്ഞു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ, അപൂരിത ഹൈഡ്രോ കാർബണുകൾ, അതായത് ആൽക്കീൻസും ആൽക്കൈൻസും ആണെങ്കിൽ അഡീഷൻ റിയാക്ഷൻ ആണ് കാണിക്കുക. ഈഥീൻ എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2. ഇതിലേക്കാണ് നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും, ശരിയല്ലേ? സോ കാർബണിലേക്ക് 3 ഹൈഡ്രജൻ വരും. ആദ്യം 2 ഉണ്ടായിരുന്നുള്ളൂ. ഡബിൾ ബോണ്ട് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമതൊരു ഹൈഡ്രജനെ കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ CH3 അഥവാ C2H6 എന്ന് പറയുന്ന ഈഥെയ്നിനെ കിട്ടി. ഈഥീനിനെ ഈഥെയ്നാക്കി. ഒരു ആൽക്കൈൻ ആണെങ്കിൽ നേരിട്ട് ആൽക്കൈൻ ആയിട്ട് മാറില്ല എന്ന് കൂടി ഓർത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിലുള്ളത് ഈഥൈൻ ആണെന്ന് വിചാരിക്കുക. ഈഥൈൻ ആണെങ്കിൽ ആദ്യം അഡീഷൻ നടക്കുമ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ട് മാറി ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുക അല്ലെ. അങ്ങനെ 2 ഹൈഡ്രജൻ വരും ഒരു കാർബണിലേക്ക്. അടുത്ത സ്റ്റെപ്പിലാണ് ഈ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഈഥൈനിനെ കിട്ടുക. സോ ഈഥൈൻ ആയിട്ട് മാറുമ്പോൾ ആദ്യം ആൽക്കൈൻ ആണെങ്കിൽ ആദ്യം ആൽക്കീൻ ആകും, അതിനുശേഷം ആൽക്കൈൻ ആയിട്ട് മാറും. ഓർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് പോളിമറൈസേഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഈഥീൻ പോളി എന്ന് കണ്ടാൽ അപ്പോൾ ഓർത്ത് വെച്ചോ, പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ അഡീഷൻ പോളിമറൈസേഷൻ ആണ് നടക്കുന്നത്. ഈഥീൻ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെ. പോളിമറൈസേഷൻ നടക്കുമ്പോൾ N നമ്പർ, നമുക്ക് എണ്ണാൻ കഴിയാത്തത്ര നമ്പർ ആണ് മോണോമേഴ്സിനെ നമ്മൾ എടുക്കുക. ഈഥീൻ മോണോമേഴ്സിനെ എടുത്ത് പോളിമറൈസേഷൻ നടത്തുന്നു. പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ട് പൊട്ടി ആദ്യം തന്നെ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. N നമ്പർ ഇല്ലേ, അത്രയും ആൾക്കാരില്ലേ, അപ്പൊ അത്രയും ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അവർ പോളി ഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് പറയുന്ന ആളായിട്ട് മാറും. അപ്പൊ ഇതുപോലെ നമുക്ക് കണ്ടൻസേഷൻ, പോളിമറൈസേഷൻ, നൈലോൺ 6 പഠിക്കാനുണ്ട്. സോ എല്ലാ പോളിമേഴ്സിന്റെയും മോണോമേഴ്സ് കറക്റ്റ് ആയിട്ട് യൂസസും കറക്റ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്കറിയാം ലാസ്റ്റ് പറഞ്ഞത് എഥനോളിനെ
എഥനോയിക് ആസിഡ് ആക്കി മാറ്റുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എഥനോളിനെ എങ്ങനെയായിരുന്നു നമ്മൾ എഥനോയിക് ആസിഡ് ആക്കി മാറ്റുക? എഥനോളിനെ എഥനോയിക് ആസിഡ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അസറ്റോബാക്ടർ ആഡ് ചെയ്തിട്ട് ഫെർമെന്റേഷൻ ഒക്കെ നടത്തിയിട്ടാണ് എഥനോളിനെ എഥനോയിക് ആസിഡ് ആക്കി മാറ്റുക. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഞാൻ എല്ലാ ഇക്വേഷനും ഒന്ന് നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തന്നേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നൈലോൺ 66 ഈസ് ഫോർmed ബൈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഇത് കറക്റ്റ് ആണ് അല്ലെ? നമുക്കറിയാം നൈലോൺ 66 മാത്രമാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷന്റെ കറക്റ്റ് ഡീറ്റെയിൽഡ് എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത്. സോ അസേർഷൻ കറക്റ്റ് ആണ്. സ്മോൾ മോളിക്യൂൾസ് ലൈക്ക് വാട്ടർ ആർ എലിമിനേറ്റഡ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ. രാസപ്രവർത്തന സമയത്ത് ജലം പോലെയുള്ള ചെറു തന്മാത്രകൾ പുറത്തായി കണ്ടൻസ് ചെയ്യുന്നു അല്ലേ? സോ ഇവിടെ അസേർഷനും റീസണും കറക്റ്റ് ആണ്. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ ഓപ്ഷൻ എ ആണ്. ഇത് രണ്ടും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് അല്ലെ? അതാണ് കണ്ടൻസ് ചെയ്യാന്ന് നമ്മൾ പറയുന്നത്. ചെറിയ ആൾക്കാർ പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് കണ്ടൻസ് ചെയ്യാന്ന് പറയുന്നത്. അടുത്തത് അസേർഷൻ ആണ്. കമ്പഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കറക്റ്റ് ആണ്. കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കിട്ടുക അല്ലെ? കറക്റ്റ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് മെയിൻലി കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഓക്സിജൻ. ഓർഗാനിക് സംയുക്തങ്ങളിൽ പ്രധാനമായിട്ടും കാർബണും ഹൈഡ്രജനുമാണ് ഉള്ളത്. അത് കറക്റ്റ് അല്ലേ? അത് കാർബണും ഹൈഡ്രജനും മെയിൻ ആയിട്ടുള്ളത് കൊണ്ടാണ് കമ്പഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാണ്. അങ്ങനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടുന്നത്. സോ ഇവിടെയും എയും ആറും ശരിയാണ്. ആർ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഹാസ് total of 6 carbon atoms, okay, and a methyl group attached to the second carbon atom in the main chain. മുഴുവനായിട്ട് 6 കാർബൺ ആറ്റം ഉണ്ട്. അതേപോലെ തന്നെ മെയിൻ ചെയിനിലെ രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ടോട്ടൽ 6 കാർബൺ, അതായത് ബ്രാഞ്ച് ഉൾപ്പെടെ 6. മെയിൻ ചെയിനിൽ 6 എന്ന് പറഞ്ഞാൽ ആ ചെയിനിൽ മാത്രം നമുക്ക് 6 വരയ്ക്കാം. പക്ഷെ ഇവിടെ ടോട്ടൽ 6 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇൻക്ലൂഡിങ് ബ്രാഞ്ച് ആണ് 6 കാർബൺ വരേണ്ടത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 1, രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ 3 കാർബൺ മൊത്തത്തിൽ കഴിഞ്ഞില്ലേ? ഇനി 4, 5, 6. ഇനി എങ്ങനെയാ ഹൈഡ്രജനെ ഫില്ല് ചെയ്യുക? ആരെങ്കിലും മറന്നു പോയതുണ്ടെങ്കിൽ ഓർത്തോ, ഒരു കാർബൺ ഒരേ സമയം 4 ബോണ്ടാ ഫോം ചെയ്യുക. ആ ഐഡിയ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രജനെ ഫില്ല് ചെയ്യുക. ഒന്നാമത്തെ കാർബൺ ഒരു ബോണ്ട് മാത്രമേ ഫോം ചെയ്തുള്ളൂ. ഇനി 3 ബോണ്ട് കൂടെ ഫോം ചെയ്യാം. അപ്പൊ 3 ഹൈഡ്രജനെ കൊടുക്കുക. രണ്ടാമത്തെ കാർബൺ നോക്കിക്കേ, 1, 2, 3 ബോണ്ട് ഓൾറെഡി ഫോം ചെയ്തു. സോ ഇനി ഒരു ഹൈഡ്രജന് കൂടെ പറ്റുള്ളൂ. 4 എണ്ണയിൽ ടോട്ടൽ പറ്റും. അപ്പോൾ ഒരു ഹൈഡ്രജനെ കൊടുക്കുക. അടുത്ത കാർബൺ 1, 2 ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ഇനി 2 ഹൈഡ്രജനെ കൊടുക്കുക. അടുത്ത കാർബൺ 1, 2 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ 2 ഹൈഡ്രജൻ. ലാസ്റ്റത്തെ കാർബൺ ഒരേ ഒരു ബോണ്ട് മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി 3 ബോണ്ട് കൂടെ ഫോം ചെയ്യാം. സോ 3 ഹൈഡ്രജനെ കൊടുക്കുക. അപ്പൊ ഇതായിരിക്കും ഇവന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഘടനാവാക്യം. ഇനി IUPAC നെയിം എഴുതാനാണ്. സോ ബ്രാഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് പൊസിഷൻ നമ്പർ ആദ്യം മെയിൻ ചെയിൻ കണ്ടെത്തിയതിനു ശേഷം പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ കൊടുക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റമുള്ള ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. സോ 1, 2, 3, 4, 5. നോക്കിക്കേ, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ പേരെങ്ങനെയാ മക്കളെ വരിക? 2-methyl പെന്റേൻ അല്ലെ? എങ്ങനെയാ പേര് വരിക? 2-methyl പെന്റൈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് വരുന്നത് കേട്ടോ. 2-methyl പെന്റൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും, സ്ട്രക്ചർ എന്നിട്ട് പേര് എഴുതാൻ പറയും, അല്ലെങ്കിൽ പേര് എന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറയും. ഏത് രീതിയിൽ ചോദിച്ചാൽ എന്റെ മക്കൾ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഉത്തരം ചെയ്യണം. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഈ ഒരു ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കണം. ഓക്കെ, വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമുക്കറിയാലോ, നമ്മൾ മൊളാസിസിനെ ഫെർമെന്റേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 8 മുതൽ 10% വരെയുള്ള ഗാഢതയുള്ള ആളാണ് നമ്മുടെ വാഷ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കറിയാം അതിന്റെ സ്ട്രെങ്ത്, ഗാഢത നമുക്ക് കൂട്ടണം. അങ്ങനെ നമ്മൾ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ആംശിക സ്വേദനം നടത്തി 95.6% എഥനോൾ ആക്കി മാറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന 95.6% സ്ട്രെങ്ത് ഉള്ള എഥനോൾ ആണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ഓർക്കണേ. നമ്മൾ വാഷിനെ എന്താ ചെയ്തത്? ആംശിക സ്വേദനം നടത്തി. അപ്പോൾ കിട്ടുന്ന 95.6% ഗാഢതയുള്ള എഥനോൾ ആണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇനി ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 100% ഗാഢതയുള്ള എഥനോൾ ആണ്. 100% എഥനോൾ
എഥനോളിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് അല്ലെ. 100% ഗാഢതയുള്ള എഥനോളാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇനി ആബ്സല്യൂട്ട് ആൽക്കഹോളിനെ പെട്രോളുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് പവർ ആൽക്കഹോൾ ഉണ്ടാക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു 99.9% സാധ്യതയുള്ള ആളാണ് ഈ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ അല്ലാതെയും ചോദിക്കും. അടുത്തത് ഐഡന്റിഫൈ എ ആൻഡ് ബി. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള അതേ സാധനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് എയും ബിയും കണ്ടെത്തുക. ഇവിടെ നോക്കിക്കാം മക്കളെ, ഇത് ഏത് റിയാക്ഷനാ, ഇയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? ഇയാള് സൂക്രോസ് എവിടെയാ കാണാ? കരിമ്പൻ ജ്യൂസില് അല്ലെങ്കിൽ മൊളാസസില്. സോ ഇവിടെ നടക്കുന്നത് എന്താ നോക്കിക്കേ, സൂക്രോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിരിക്കുന്നു. C6H12O6 എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്. അപ്പൊ ഇവിടെ ഫെർമെന്റേഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മള് ഈ ഒരു എഥനോളിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് ആദ്യം നമ്മൾ കുറച്ച് മൊളാസസ് എടുക്കും. മൊളാസസ് എന്ന് പറഞ്ഞാൽ അതിലുള്ളത് സൂക്രോസ് ആണ്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കും. എന്നിട്ട് നമ്മൾ ഈസ്റ്റിനെ ആഡ് ചെയ്യും. ഈസ്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ ആദ്യം അതിലെ ഒരു എൻസൈം വരും. ആ എൻസൈം ആണ് ഏതാണ് മക്കളെ ആ എൻസൈം? എൻസൈം എന്ന് പറയുന്നത് ഇൻവെർട്ടേസ് ആണ്. ആദ്യം പുറത്തു വരുന്ന എൻസൈം എന്ന് പറയുന്നത് ഇൻവെർട്ടേസ് ആണ്. ഇൻവെർട്ടേസ് എന്താ മക്കളെ ചെയ്യാ? നമ്മുടെ സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. അപ്പോ രണ്ടാമത്തേതും ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, C6H12O6 തന്നെയാണ്. സോ C6H12O6 എന്ന് പറയുന്ന മറ്റൊരാളെ കൂടിയാക്കും ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടേസ്, ബിയും C6H12O6 തന്നെയാണ്. അടുത്തത് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സൈമേസ്? സൈമേസ് എന്താ മക്കളെ ചെയ്യാ? നമ്മുടെ കയ്യിലുള്ള ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എഥനോളും C2H5OH എന്ന് പറയുന്ന എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റാം. ഇതാണ് ജോലി. ആദ്യം ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റി. അടുത്ത സ്റ്റെപ്പില് സൈമേസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ആരാക്കി മാറ്റും? നമ്മുടെ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റും. ഇത് പഠിക്കാതെ നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് പോവണ്ട. ഇത് പഠിക്കാതെ നിങ്ങൾ പോവേ വേണ്ട. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? there are 5 carbon atoms in 2 hydrocarbons. 2 ഹൈഡ്രോ കാർബൺ ഉണ്ട്, എയും ബി എന്ന് നമുക്ക് എഴുതാം. 2 പേരുടെ കയ്യിലും 5 കാർബൺ ആറ്റം വീതമുണ്ട്. ഒന്നാമത്തേതിന്റെ കയ്യിലുള്ളത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്, രണ്ടാമത്തിന്റെ കയ്യിലുള്ളത് ക്ലോറിൻ ഗ്രൂപ്പ് ആണ് കേട്ടോ, സെക്കൻഡ് കാർബൺ. അപ്പൊ ആദ്യത്തെ കോമ്പൗണ്ടിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും രണ്ടാമത്തെ കോമ്പൗണ്ടിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു ക്ലോറോ ഗ്രൂപ്പും ഉണ്ട്. സ്ട്രക്ചർ വരയ്ക്കാം. അപ്പോ 5 കാർബൺ ആറ്റം ഉണ്ടെന്നല്ലേ പറഞ്ഞു? 1 2 3 4 5. രണ്ടാമത്തെ കാർബണിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇനി ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുത്തൂടെ? CH3 CH CH2 CH2 CH3. മിസ് നേരത്തെ പറഞ്ഞു തന്ന കാർബണിന്റെ വാലൻസ് 4 ആണെന്ന ഐഡിയ മനസ്സിൽ വെച്ചോണ്ട് വേണം എന്റെ കുട്ടികൾ ഇത് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നോക്കിക്കേ, എഗെയിൻ 5 കാർബൺ ആണ്. 1 2 3 4 5. രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ ആണ്. സോ CH3 CH CH2 CH2 CH3 ആണ് വരിക. ഇനി IUPACനെയും പറയാനാണ്. ആൽക്കഹോളുകൾക്ക് പേര് കൊടുക്കുമ്പോൾ നമുക്ക് പൊസിഷൻ നമ്പർ കൊടുക്കാം അല്ലെ. 1 2 3 4 5. രണ്ടാമത്തെ കാർബണിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അല്ലെ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 5 കാർബൺ ആറ്റമുള്ള ആൽക്കെയിനിന്റെ പേര് എഴുതാം. 5 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ അത് പെന്റെയിൻ ആണ്. ഇനി പേരിന്റെ അവസാനത്തെ ഈ ഒഴിവാക്കി പൊസിഷൻ നമ്പർ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ നമ്പർ പറയാ. എത്രയാ മക്കളെ? 2 ആണ്. ആൽക്കഹോൾ ആയതുകൊണ്ട് പേരിന്റെ അവസാനം ഓൾ എന്ന് ചേർക്കാം. സോ വരുന്നത് പെന്റൻ 2 ഓൾ ആണ്. അടുത്തത് നമുക്കറിയാം, ഹാലോ ഗ്രൂപ്പുകൾക്ക് പേര് കൊടുക്കുന്നത് ബ്രാഞ്ചുകൾക്ക് പേര് കൊടുക്കുന്നത് പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ പറയണം. ഇവിടെയും സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ക്ലോറിൻ ഉള്ളത്. അപ്പൊ നമുക്കറിയാം 2 ആണ് പൊസിഷൻ നമ്പർ വരിക. ഓക്കെ, അപ്പൊ ആദ്യം പൊസിഷൻ നമ്പർ പറയാ. ഇനി ഹാലോ ഗ്രൂപ്പിന്റെ പേര് പറയാ. ഇവിടുത്തെ ഹാലോ ഗ്രൂപ്പ് ക്ലോറിൻ ആയതുകൊണ്ട് 2 ക്ലോറോ എന്ന് വരും. ഇനി ആൽക്കെയിൻ, 5 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ പെന്റെയിൻ, 2 ക്ലോറോ പെന്റെയിൻ ആണ്. ഇനിയും ചോദ്യങ്ങളുണ്ട്. ഇനി ഈ ചോദ്യമല്ല, ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ മക്കളെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ. നിങ്ങൾക്ക് 36+ അല്ലെങ്കിൽ 40-ൽ 40 മാർക്ക് കെമിസ്ട്രിയിൽ A+ മേടിച്ചു തരാൻ പോകുന്ന ചോദ്യങ്ങൾ എവിടെ കിട്ടും? ഇന്ന് വൈകിട്ടത്തെ 7 മണിക്കത്തെ നമ്മുടെ മെഗാ മാരത്തോണിൽ കിട്ടും മക്കളെ. അത്ര
അത്രയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളെ ഞാൻ എന്റെ ലൈവിലേക്ക് വിളിക്കുന്നത്. ഇന്നത്തെ ലൈവിൽ എന്റെ കുട്ടികൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾ മുഴുവൻ എന്നോടൊപ്പം ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ, ചോദ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, നാളത്തെ കെമിസ്ട്രി പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ഇത് മിസ് പറഞ്ഞു തന്നല്ലേ, ഇത് മിസ് പറഞ്ഞു തന്നല്ലേ, ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്നത്. സോ നാളത്തെ പരീക്ഷയ്ക്ക് A+ ഞാൻ വാങ്ങി തന്നിരിക്കും. ഇത് എന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും ഉണ്ടാകണം, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കൂട്ടണം. എല്ലാവരും നമ്മുടെ കലാശക്കുട്ടിയിലേക്ക് അത്രയധികം ആത്മവിശ്വാസത്തോടെ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. സോ വൈകിട്ടത്തെ 7 മണിയുടെ ലൈവിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.